ഹായ് ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ച് ഞാൻ കുറേ സമയമായി വന്ന് ഇവിടെയൊക്കെ തൂത്ത്, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് തന്നിട്ട് ഇവിടെ വന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. വീഡിയോ ഇട്ടിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും നമ്മൾ വല്ലപ്പോഴും ഇത് ഇട്ടില്ലെങ്കിൽ ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇടുന്നത്. എല്ലാവർക്കും ഈ ന്യൂ ഇയർ എങ്ങനെയുണ്ട്? നല്ല ഹാപ്പി ആയിട്ടാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും നല്ല നല്ല പുതിയ പുതിയ ഐശ്വര്യപ്രദമായ കാര്യങ്ങളും അതുപോലെ തന്നെ നല്ലതൊക്കെയാണ് സംഭവിക്കുന്നത്. എല്ലാവിധ ഐശ്വര്യങ്ങളാണ്. എങ്ങനെയൊക്കെയുണ്ട് ജീവിതം? ഇതൊക്കെ തിരക്കാനാണ് ഞാൻ വല്ലപ്പോഴും വരുന്നത്. എൻ്റെ വീഡിയോസ് ഫേസ്ബുക്കിലും ഇതിലും ഒരേപോലെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക. പക്ഷേ വെറുതെ കൊണ്ടുപോകുന്നേ ഉള്ളൂ. ഇതുവരെ ഏണിങ്സ് ഒന്നും കിട്ടിയില്ല. ചുമ്മാതെ ഇതിങ്ങനെ കൊണ്ടുപോകുന്നേ ഉള്ളൂ. ഭാവിയിൽ ഇതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം, ഇതിനെ നല്ല വളർത്തിയെടുക്കണം, നല്ല കണ്ടൻറ്റൊക്കെ ഇടണം എന്നൊക്കെ എനിക്ക് മനസ്സിനകത്ത് പ്രതീക്ഷകളും ചിന്തകളും ഉണ്ട്. ആ പ്രതീക്ഷകളുള്ളത് കൊണ്ടാണ് ഞാൻ വന്ന് വീണ്ടും ഇരുന്ന് കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരും വീഡിയോസ് കാണത്തില്ല. എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള ഒരു മാജിക്കൊന്നും ഇപ്പോൾ എൻ്റെ കൈവശം ഇല്ല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാജിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങി അങ്ങനെയാണെങ്കിലും നമ്മൾ പറയുന്നൊക്കെ എല്ലാവരും കേൾക്കുകയും വീഡിയോസൊക്കെ കാണുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു എന്തൂസിയാസം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വരും. ഈ വീഡിയോസ് കണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാമെന്നൊക്കെ ഒരു ചിന്ത വരും. അങ്ങനെയുള്ള കണ്ടൻറ്റ് കൊണ്ടുവരണം. ഞാനിപ്പോൾ ഇതൊന്നുമില്ലാതെ ഇങ്ങനെ ഒരവസ്ഥയിൽ ഇങ്ങനെ പോവുകയാണ്. ഒരു കൺഫ്യൂഷൻ പിടിച്ച ഒരവസ്ഥയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ ഹേമസുധയുടെയൊക്കെ വീഡിയോസ് കാണുന്നുണ്ട്, നമ്മുടെ ചങ്ക് സിംഗിൾ ബോവൻ്റെത് കാണുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നു. പുതിയ പുതിയ ബിസിനസ്സുകളും എല്ലാം ഇങ്ങനെ തുടങ്ങി നല്ല ഇടുക്കി കുട്ടിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചാനൽ കണ്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത്, എനിക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ ആദ്യം വന്നെങ്കിലും പിന്നീട് നമ്മളെ കണ്ടൻറ്റുകൾ അത്ര ശരിയായില്ല. അതുകൊണ്ടത് അത്ര വളർന്നില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല. ഒരു കാര്യം എല്ലാവർക്കും ചെയ്ത് വിജയിപ്പിക്കാനൊന്നും പറ്റത്തില്ല. പറ്റുന്നിടത്തോളം പോകട്ടെ, അങ്ങനെയാണ് വിചാരിക്കുന്നത്. പിന്നെ ഫേസ്ബുക്കിലും ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും രണ്ടിലും സപ്പോർട്ടുകൾ ചെയ്യുക. രണ്ടും ഫേസ്ബുക്കിലും സപ്പോർട്ട് ചെയ്യുക, യൂട്യൂബിലും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം അല്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. പിന്നെന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങൾ? ഞാൻ ചാനലൊക്കെ എല്ലാവരുടെയും കാണുന്നുണ്ട്. ചിലരുടെയൊക്കെ കാണുമ്പോൾ ലൈക്ക് അടിക്കുകയും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിലാണ് കൂടുതലും ഉള്ളത്. എനിക്ക് ഫേസ്ബുക്കാണ് കൂടുതൽ ഇപ്പോൾ കംഫർട്ടബിളായിട്ട് തോന്നിയത്. പല പല ആളുകൾ അവരവരുടെ പല പല കാര്യങ്ങൾ അവരെല്ലാം ഫേസ്ബുക്കിൽ ഇങ്ങനെ എപ്പോഴും നല്ല ലൈവ്ലി ആയിട്ട് ആക്റ്റീവായിട്ടിരിക്കുന്നു. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. ഇപ്പോൾ ഇല്ല എന്തുവാ ഒരു പേരുണ്ടല്ല, പൊന്നു എന്നങ്ങാണ്ട് പേരുള്ളവർക്ക് ഇതാണ്ട് ഇപ്പം യൂട്യൂബിൽ നിന്നല്ല ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് കിട്ടി. എൻ്റെയൊക്കെ നോട്ടെല്ലാം കൂടെ ഒരു കെട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം, ഒരു പോസിറ്റിവിറ്റി. അവരെ കണ്ടാൽ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി, അല്ല ചിരിച്ച് സന്തോഷവതിയായിരിക്കുന്ന കാണുമ്പം അങ്ങനെയുള്ള പേഴ്സൺസ് നമുക്ക് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടുക. അങ്ങനെയുള്ള പേഴ്സണാലിറ്റിയാണ് വേണ്ടുന്നത്. എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത്. ദുഃഖങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ചെറുതായിട്ട് എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. പക്ഷേ നമ്മളതൊക്കെ മറച്ചു പിടിച്ച് നല്ല സന്തോഷവാന്മാരായിട്ട് സന്തോഷവതികളായിട്ട് ഇങ്ങനെ കാണപ്പെടണം. അങ്ങനെ കാണപ്പെടുമ്പോൾ എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും നമ്മളെ ഒരു
നമ്മൾ ഒരു കൊള്ളാമെന്നൊരു ചിന്ത വരും, എല്ലാവർക്കും ഒരു ഇഷ്ടം വരും. അതൊക്കെയാണ് നമുക്ക് വേണ്ടുന്നത്. ഈ 2026 അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങൾ, നല്ല കൂട്ടുകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വയ്ക്കുന്നു. എനിക്ക് ഇനി കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ വരാം. ഇപ്പോൾ എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലായിരുന്നു. ഞാൻ ഇവിടെ ചുമ്മാതിരുന്നത് കൊണ്ട് ഒന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ ടാറ്റ, പിന്നെ കാണാം.